ഹലോ, നമസ്കാരം. സുനിലാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവസാനം ഉള്ള ജോലിയും കൂടെ പോയി, $1,000,000 അഫർമേഷൻ വായിച്ചിട്ട് അവസാനം ഇപ്പൊ കടം കയറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള ധാരണ ഏതാണ്ട് മന്ത്രവാദമോ ഇതേതാണ്ട് അത്ഭുത വിദ്യയാണോ എന്നൊക്കെയാണ്. ഈ ധാരണയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പറയത്തില്ല, മോനെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഓരോ വാക്കിന് ശക്തിയുണ്ട്. നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മളായി മാറും. ഇതൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കി വെച്ച് പുതിയ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ടും, നിങ്ങൾ യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെയാണോ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നത്, ആ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ അങ്ങനെ ആവുകയാണ്. ഇത് ഏതെങ്കിലും ഒരു ടെക്നിക്ക് 555, 369 അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന അത്ഭുതമല്ല. ഇത് നമ്മുടെ ഒരു ജീവിത രീതിയാക്കി എടുക്കണം. പണ്ടുള്ളവര് നമ്മളോട് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ആ രീതിയിൽ, നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമാരും എങ്ങനെയാണോ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ എടുത്താൽ മതി. അല്ലാതെ ഏതെങ്കിലും ഇംഗ്ലീഷുകാർ വന്ന് മാനിഫെസ്റ്റേഷൻ അത് കേട്ടോണ്ട് പറയുന്ന കുറെ ടെക്നിക്സ് ഇതൊന്നും വർക്കാവില്ല. ഇതൊക്കെ വർക്കാവും എപ്പോഴാണ് നിങ്ങൾ ആ ഒരു അലൈൻമെന്റ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വർക്കാവും. അല്ലാത്ത ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പലർക്കും സംഭവിക്കുന്നത്. അവരെന്ത് ചെയ്യും? അപ്പം ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇതൊരു വൺ ടൈം ടെക്നിക്ക് അല്ല, ഇതൊരു ജീവിതകാലം മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു വ്യക്തതയില്ല. വ്യക്തത എന്താന്ന് വെച്ചാൽ, ചിലർക്ക് പറയും ഞങ്ങൾക്ക് കുറെ പണം വേണം, ചിലർ പറയും ഞങ്ങൾക്ക് നല്ല ജോലി വേണം. എന്താണ് ഈ നല്ല ജോലി? എന്താണ് ഈ കുറെ പണം? നമുക്ക് വ്യക്തമായി നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ വീട്ടിലെ ആൾക്കാരോട് ഒക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി വേണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ ഏതെങ്കിലും കോച്ച് പറയുന്ന കണ്ടിട്ടോ യാതൊരു ക്ലാരിറ്റി ഇല്ലാതെ കുറെ അഫർമേഷൻ വായിച്ചാലൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ലക്ക് വരുമോ? അങ്ങനെ വന്നിരുന്നത് എന്തായിരുന്നു? ഓരോ മനുഷ്യർക്കും വേണ്ടത് ഓരോ കാര്യങ്ങളായിരിക്കും. ചിലർക്ക് നല്ല ആരോഗ്യമായിരിക്കും വേണ്ടത്, ചിലർക്ക് വേണ്ടത് നല്ല ബന്ധങ്ങളായിരിക്കും അവരുടെ പാർട്ണറുമായിട്ട്, ചിലർക്ക് വേണ്ടത് മനസമാധാനമായിരിക്കും. അപ്പൊ എല്ലാരെയും കൂടെ നമ്മൾ ഒരു മുഖത്തിലല്ല കെട്ടേണ്ടത്. അപ്പൊ എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആദ്യം അതിന്റെ ക്ലാരിറ്റി നിങ്ങൾ കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ട് വേണ്ടത്, അത് നിങ്ങൾ ആദ്യം ഒരു ക്ലാരിറ്റി അതിന് വേണം, നിങ്ങൾക്ക് തന്നെ വേണം. നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയി എനിക്ക് ജീവിതത്തിൽ എത്ര പൈസ വേണം, ആ പണം ഞാൻ എന്തിനൊക്കെ ചെലവാക്കും, എന്തിനാണ് എനിക്ക് ഇത്രയും പൈസ, ഇത്രയും തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പാതി കാര്യം അങ്ങനെ തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയും, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് 1000 കോടി രൂപ വേണം, ഞാനിരുന്ന് അഫർമേഷൻ രാവിലെ ഉച്ചയ്ക്ക് ഇരുന്ന് വായിക്കുക, അഫർമേഷൻ, അയ്യോ 1000 കോടി. നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഗുരു, അതിനകത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അന്തന്മാര് നടക്കുന്ന പോലെ അങ്ങനെ നടക്കാം. കിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. 1000 കോടി എവിടെ ചെലവാക്കും, എന്തിന് ചെലവാക്കും, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് നൽകുന്നത്, നിങ്ങൾ എന്താ ഉൾപ്പെട്ട് ചുമ്മാതെ എഴുതി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നെങ്കിൽ വളരെ എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ സ്വയം വിഡ്ഢിയാവാതിരിക്കുക. നമ്മൾ വ്യക്തമായി നമുക്ക് എന്താണ് വേണ്ടത്, അതെങ്ങനെയാണ് ഞാൻ നേടുന്നത്, അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് എൻ്റെ കയ്യിലുള്ള പ്ലാൻ എന്താണ്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം. എങ്കിലേ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കൂ. ഇപ്പൊ 1000 രൂപ കിട്ടുന്ന ഒരാൾ 1,00,000 രൂപയല്ല മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. 1000 രൂപ കിട്ടുന്ന ഒരാൾ 1500 രൂപ, 2000 രൂപ. ചെറിയ കാര്യങ്ങളിലേക്ക് നോക്ക്. മെർസിഡീസ് ബെൻസിലോട്ടും BMW ഒക്കെ പിന്നെ ചാടാം. ഇപ്പൊ നിങ്ങളുടെ കാറില്ലെങ്കിൽ ഒരു ചെറിയൊരു കാർ എടുക്കുന്നതിനെ പറ്റി ആദ്യം മാനിഫെസ്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ ബ്രെയിനോട്, ഇതിനകത്ത് നമ്മുടെ മനസ്സും ബ്രെയിനും എല്ലാം ഇല്ലേ, അല്ല ചുമ്മാതല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന അഫർമേഷൻ ഒക്കെ നമ്മുടെ ബ്രെയിൻ കേൾക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ് കേൾക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം കേൾക്കുന്നുണ്ട്. അതിന് മനസ്സിലാവും ഈ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ്. നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്ത് നോക്ക്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് എന്തുമാത്രം കഴിയും, ഏതാണ് എന്റെ നെഗറ്റീവായ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങളെക്കാളും നന്നായിട്ട് ആർക്കും അറിയില്ല. നമ്മളൊക്കെ ഡീഫോൾട്ടായിട്ട് തന്നെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഡീഫോൾട്ടായിട്ട് എനിക്ക് കടം ഉണ്ടാവരുത്, ഞാൻ പോകുന്ന വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവരുത്, എന്റെ ജോലി പോകരുത്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇമേജ് എന്നുള്ളതിന് ഒരു ഇമേജ് ഇല്ല. നമ്മളിപ്പോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷ്വൽ എന്താണ്? ട്രാഫിക് ബ്ലോക്കിന്റെയാണ്. നമ്മുടെ മനസ്സിൽ ട്രാഫിക് ബ്ലോക്ക് എന്നുള്ള വിഷ്വൽ വരുമ്പോ നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന ഫീലിങ്സ് ആ ബ്ലോക്കിന്റെ അല്ലെ നെഗറ്റീവായ ഫ്രീക്വൻസിയാണ്. അതാണ് ഈ ഫീലിങ്സിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അരുത്, അയ്യോ എന്റെ ജോലി പോകരുതേ, അയ്യോ എനിക്ക് കടമുണ്ടാകരുതേ എന്ന് നമ്മൾ പറയുമ്പോ ഈ അരുതേ എന്നുള്ളതിനൊരു ഇമേജ് ഇല്ല നമ്മുടെ ബ്രെയിനിൽ. ജോലി പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും
കടം പെരുകി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത്. അത് വരുമ്പോൾ ആ ഇമേജ് നമ്മുടെ ബ്രെയിനിൽ വരുമ്പോൾ നമ്മുടെ ഫീലിങ്സ് അതിനനുസരിച്ച് നെഗറ്റീവായി മാറും. ആ വേവ്സ് പോവുകയാണ് യൂണിവേഴ്സിലോട്ട്. മാനിഫെസ്റ്റേഷൻ അതല്ലേ സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫീലിംഗ് അല്ലേ മാനിഫെസ്റ്റേഷൻ. ഇതിന്റെ കൂട്ടത്തിൽ മാനിഫെസ്റ്റേഷൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ വേണം, ഒരു വെപ്രാളോ എന്താ പറയുക, ഒരു ധൃതിയും ഒരു ഭയവും കിട്ടത്തില്ലയോ. മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്ന നിരാശയുള്ള മനസ്സിലല്ല, ഭയമുള്ള മനസ്സിലല്ല മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്നത്, ശാന്തമായ മനസ്സിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ തന്നെ ആദ്യം അബണ്ടൻസ് ഉണ്ടാവണമെന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ ബിസിനസ് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അഫർമേഷൻ വായിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളെ ബുദ്ധിമുട്ടായിട്ടും അല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസ്സുകാരെ കാണിച്ചു തരത്തുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിനകത്ത് എന്താണ് ആത്യന്തികമായിട്ട് വിശ്വസിച്ച് വെച്ചേക്കുന്ന സുഹൃത്തെ, അതേ നമ്മുടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. മാനിഫെസ്റ്റേഷൻ നടക്കണേ നിങ്ങൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട ഒന്നുമില്ല. നിങ്ങൾ അടുത്ത 15 ദിവസത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിൽ കൂടെ വരുന്ന ചിന്തകളെ ശ്രദ്ധിച്ച് നോക്കുക. ഈ 15 ദിവസം നിങ്ങൾ നോക്ക് നിങ്ങളുടെ ബ്രെയിനിനകത്ത് എവിടുന്നൊക്കെയാ നെഗറ്റിവിറ്റി കയറി വരുന്നതെന്ന്, അതിന്റെ റൂട്ട് എവിടാന്ന് കണ്ടുപിടി. ആ റൂട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവായിട്ടുള്ളത് കൊടുത്ത് റീപ്ലേസ് ചെയ്യാം. മനസ്സിലായി? അത് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര വെളിയിൽ കിടന്ന് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധവും ദേഷ്യവും ഉള്ളിടത്തോളം കാലം മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലാണ് മനസ്സെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഒഴുകുന്ന നദി പോലായിരിക്കണം നമ്മുടെ മനസ്സ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ ക്ഷമിക്കേണ്ട ഒരാളുണ്ട്, നിങ്ങളോട്. നിങ്ങളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങളോ സങ്കടങ്ങളോ കുറ്റബോധങ്ങളോ ദേഷ്യങ്ങളോ ഭയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളോട് ക്ഷമിച്ചിട്ട് പിന്നെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം. ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരോടെങ്കിലും മനസ്സിൽ ദേഷ്യം വെച്ചോണ്ടിരുന്നാൽ അവർക്കൊന്നും സംഭവിക്കില്ല, എല്ലാം നിങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നേ. മാനിഫെസ്റ്റേഷൻ വിട്ടേര്, അല്ലാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ പറ്റി ചിന്തിക്കുക. നമ്മൾ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല, മാനിഫെസ്റ്റേഷൻ ഒക്കെ തന്നെ നടന്നോളും. നിങ്ങൾക്ക് തോന്നും തുടക്കത്തിൽ തന്നെ വീടിന്റെ പിന്നാലെയും ബാങ്ക് ബാലൻസിന് പിന്നാലെയും കാറിന് പിന്നാലെയും പോകുന്നത് ശരിയാണോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതിനൊക്കെ പിന്നാലെ തന്നെ പൊക്കും, ഒരു കുഴപ്പമില്ല അതില്. കാരണം അതൊക്കെ നേടിക്കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിന് കുറച്ചുകൂടെ ശാന്തത വരുന്നത്, ക്ലാരിറ്റി വരുന്നത്. പക്ഷെ അവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പണത്തെ പറ്റിയുള്ള ധാരണകൾ നമ്മളെ ഇവിടെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് പണമുള്ളവരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പണമുള്ള കുറെ ആൾക്കാരെ നോക്കുക, നിങ്ങളുടെ അയലത്തുള്ളവരെയൊക്കെ തന്നെ, അവരോട് നിങ്ങൾക്ക് മനസ്സിൽ അവരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ പണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അസൂയോ ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം നെഗറ്റീവായ ഫ്രീക്വൻസി പണത്തിനോടുണ്ടെങ്കിൽ പണം വരാൻ ബുദ്ധിമുട്ടാണ്, അതൊരു തടസ്സമാണ്. കാരണം അത് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിശ്വാസങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുക, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. അവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക, സത്യം പറയാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്രീക്വൻസി ഓപ്പൺ ആവുന്നത്. മനസ്സിൽ വെറുപ്പും ദേഷ്യവും കൊണ്ടുപോയി നടക്കുമ്പോഴാണ് നമ്മുടെ ഫ്രീക്വൻസി ഡൗൺ ആവുന്നത്. ഇതൊക്കെ നമ്മുടെ മുനിമാരും സന്യാസിമാരും ഒക്കെ എപ്പോഴും പറയുന്നതല്ലേ. ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് മുന്നോട്ടുള്ള വളർച്ചയിൽ അത് കൊണ്ടു നടന്നാൽ ആരാണ് വീണ്ടും അനുഭവിക്കുന്നതെന്ന് ഓർക്ക്. 4-5 ദിവസം കൊണ്ട് ഈ ടെക്നിക്ക് ചെയ്താൽ ആ ടെക്നിക്ക് ചെയ്താൽ ജീവിതം മാറും എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അത്യാവശ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന നമ്മുടെ ഏതെങ്കിലും ഇന്റർവ്യൂവോ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആ ടെക്നിക്ക് ചെയ്താൽ മതി, ഈ ടെക്നിക്ക് ചെയ്താൽ മതി, അങ്ങനല്ല. നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ലൈൻ വെക്കാതെ തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി അങ്ങനെ വെക്കുക. ശരിയാണ്, നിങ്ങൾ 15 കൊല്ലം 20 കൊല്ലം കൊണ്ട് ആഗ്രഹിച്ച കാര്യം 2, 3, 4 കൊല്ലം കൊണ്ട് നേടുന്നതിനാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ 20 കൊല്ലം കഴിഞ്ഞ് നേടാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നമ്മുടെ ത്രൂ ഔട്ട് എങ്ങനെയാണ് നമ്മളൊരു അലൈൻമെന്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. TV കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നത്, മൊബൈൽ നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ആണ്. നമുക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് നമ്മൾ വേറൊരാളോട് സംസാരിക്കുക, അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തലച്ചോറ് നമ്മുടെ ദഹന വ്യവസ്ഥ, അതായത് നമ്മുടെ ഗട്ടുമായിട്ട്
ഡയറക്റ്റ് കണക്ഷൻ ആണ്. നമുക്ക് അമിതമായ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ വയറ് കേടാവാറുണ്ട് ഇല്ലേ? എന്തെങ്കിലും മോശമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആവാറുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ബോഡിയുടെ എനർജി നമ്മൾ സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും നല്ലത് നല്ല ഭക്ഷണം കഴിക്കാൻ. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഈ ഫോൺ എടുത്ത് 1 മണിക്കൂർ യൂസ് ചെയ്യുന്നതിന് പകരം ആ 1 മണിക്കൂർ ആ ഫോണിനെ എടുത്തു മാറ്റി നമ്മുടെ അലൈൻമെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ എത്തും. അതിന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയണേ പറഞ്ഞു. ആ 1 മണിക്കൂർ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻ ആവാം, അഫർമേഷൻ വായിക്കാം. വെറുതെ ഫോണിൽ നോക്കുന്നതിനേക്കാളും എത്രയോ ഗുണമുള്ള കാര്യങ്ങളാണ്. ഒന്നുമില്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ് ഈ അഫർമേഷൻസ് പോകുന്നത്. ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പഠിക്കും. നമുക്ക് വെറുതെ ഇരിക്കാനാണ് അറിയാത്തത്. നമുക്ക് ഓടാൻ അറിയാം, നിൽക്കാൻ അറിയത്തില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചിന്തകൾ ഇല്ലാത്ത അവസ്ഥയല്ല. നമ്മുടെ ചിന്തകളെ നമ്മൾ നിരന്തരമായി ശ്രദ്ധിക്കുന്നു എന്ന അവസ്ഥയാണ് മെഡിറ്റേഷൻ. കണ്ണടച്ചിരുന്ന് ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. 4-5 ശബ്ദങ്ങളെ ഒബ്സർവ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഫോക്കസ് കണ്ണുകൊണ്ടുള്ളത്, ചെവി കൊണ്ടുള്ളത്, ഇതെല്ലാം കൂട്ടുക. ഇത് നമ്മുടെ ദേഷ്യത്തെയും അനാവശ്യ ചിന്തകളെയും ടെൻഷനെയും എല്ലാം കുറയ്ക്കും. മാനിഫെസ്റ്റേഷനകത്ത് പറയുന്ന സറണ്ടർ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട് അതിന്റെ ഫലം അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. അത് എപ്പോൾ നടക്കണം എന്നുള്ള കാര്യം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ നടക്കാം, ചിലപ്പോൾ അതിന് ശേഷവും നടക്കാം. ആ ഫലത്തിലോട്ടുള്ള ശ്രദ്ധ നമ്മൾ വിട്ടേക്കുക. അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും താങ്ക് യു പറയുക. അയ്യോ, ഞാൻ ഇതാണല്ലോ ചെയ്തത്, ഞാൻ ഇതാണല്ലോ പ്രതീക്ഷിച്ചത്, എന്നിട്ട് എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞേ? അങ്ങനെ തർക്കിക്കുന്നതിന് പകരം കിട്ടിയോ, എന്തെങ്കിലും കിട്ടിയെങ്കിൽ നമ്മൾ ശരി, നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ കളയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്തായാലും താഴെ കമന്റ് ഇട്ടേര്. താങ്ക് യു.